4 ഏട്ടന്മാരാന്ന്. അതിൽ 3 ചേച്ചിമാർ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്, ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. 2016 ജനുവരി 17 രാവിലെ 9:41 ഞാൻ കവിൻ്റെ കഴുത്തിൽ. അപ്പോൾ ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ്. 9ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. രാവിലെ അല്ല ഇങ്ങോട്ട് പറഞ്ഞു, അവിടെ ഞാൻ വേഗം അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അനൂട്ടിയെല്ലാം രാവിലെ വന്നിട്ട് ജനലിനോട്ടിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നിട്ട് പോയി. ചിലം പറഞ്ഞു, അമ്മ എടുത്ത് ആയപ്പോ അമ്മയും പറഞ്ഞു, ഋത്തിക്ക് എല്ലാവരും ഒന്നും കൂടി പറയും വീഡിയോക്ക്. അതെ. അപ്പൊ ഇന്ന് വെച്ചാല് കുറച്ച് എന്തായാലും തിരക്കുണ്ട്. അതെ, ഇന്ന് മാത്രല്ല കേട്ടോ, നാളെ നല്ല തിരക്കുള്ള ദിവസമാണ്. നാളെയാണ് കവിന്റെ സീമന്തം. നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ടു മാസം നമ്മൾ കർണാടകത്തിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നാളെ ഉണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചടങ്ങ് കവിന്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. പറയാവൂ. ബയക്കെന്ന് പറയും. 7ാം മാസത്തിൽ നടത്തുക, അല്ലെങ്കിൽ 9ാം മാസത്തിലാണ് നടത്തുക. അധികം 7ാം മാസത്തിലാണ് നടത്തുക വെച്ചാൽ 9ാം മാസം വരെ എല്ലാവരും കുറേ ആൾ നിൽക്കണമെന്നില്ലല്ലോ, അപ്പോൾ പ്രസവിച്ച് പോയാലോ. അപ്പോൾ ഞാൻ 9ാം മാസത്തിലാണ് നാളെ. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞ വർഷം 2016. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഓന് ജനിച്ചപാട് ഒരു മാസം കഴിയുമ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയി. അപ്പൊ ഇത് 2ാമത്തത് പ്രസവിക്കാനായ സമയത്താണ് വെഡിങ് ആനിവേഴ്സറി. അതെ. അപ്പൊ നാളെ ഏട്ടന് അവരെല്ലാം വരൂ കൂട്ടിക്കൊണ്ട് പോവാന്. പോയി പിറ്റേന്ന് ഇങ്ങോട്ടൊക്കെ തന്നെ വരൂ. ഞാൻ ഇപ്രാവശ്യം അങ്ങ് വീട്ടില് ഇവിടെ തന്നെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് എൻ്റെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇതിന്റെ പരിപാടിയായിട്ട് നമ്മളിന്ന് ഈ സീമന്തെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ എന്നൊക്കെ ചന്ദനല്ലേ, ചന്ദനം, കുപ്പിവള സംഭവം എല്ലാം വാങ്ങണം. നമ്മളെ നാട്ടിലെ അങ്ങേ ഒരു ആചാര ഇതിലാണ് ശ്രീമന്തമാക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ എന്തെല്ലോ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, പിന്നെ വളകള്, മുല്ലപ്പൂ, ഒരു കല്യാണ പെണ്ണിന്ന് ഒരുക്കുന്ന പോലെ നാളെ ഒരുക്കണം. കല്യാണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അതെ. അപ്പോൾ ചേച്ചി നമ്മളും കൂടി പോകാൻ വേണ്ടി നോക്കാൻ ചേച്ചി അങ്ങനെ ഇപ്പം പേര് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി കേട്ടോ. വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു കേക്ക്, ചെറിയൊരു കേക്ക് മുറിയും, നല്ല ഒരു ചെറിയ സർപ്രൈസ് അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുണ്ട് നമ്മളെ ഇപ്പൊ 9 വർഷമായി, എങ്ങനെയുണ്ട് 9 വർഷം? എന്ത് പറയുന്നു? എനിക്ക് ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയാ ഉള്ളത്. ഈ 9 വർഷം പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടാ. ഒന്നും പറയണ്ടെന്ന് தெரிയുന്നില്ല. ഭയങ്കര സന്തോഷം. 9 വർഷം എന്നൊന്നും പറയാൻ കഴിയില്ല. കവി പറഞ്ഞാൽ തന്നെ ഇന്നലെ എന്നത് പോലെ മനസ്സിൽ തെളിയുന്നു. അത്ര പെട്ടെന്നല്ലേ സംഭവമാണ്, പെട്ടെന്നല്ലേ കാലങ്ങളായി. സന്തോഷം പറഞ്ഞ കവിക്കും ഇതുവരെ നല്ല ഹാപ്പി ആയിട്ട് പോയി. ഇതുപോലെ ഇന്നും പോകട്ടെ എന്ന് ഞാൻ നമ്മളെ എൻ്റെ അമ്മേൻ്റെ എല്ലാം ലൈഫ് കളറാക്കി തന്ന കവി. അതില് ഭയങ്കര ലൈഫ് കളറാക്കിയത് അതെന്ന് പറഞ്ഞാലേ, ഞാനും അമ്മയും ഇങ്ങനെ ഇവരെല്ലാം ഓരോ ചേച്ചിമാർ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാനും അമ്മയായി വീട്ടിലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്ന ഒരാൾ വന്ന് പിന്നെ നമ്മളെ ലൈഫ് കളറാവുന്നല്ലേ ഇത്. അപ്പോൾ ഇനി നമ്മളും കവിക്കും എല്ലാം നമ്മളപ്പുറവും ഇപ്പുറവും കടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വെഡിങ് ആനിവേഴ്സറി 9 എല്ലാവരും ഒന്ന് കുഞ്ഞ് ആശംസകൾ അറിയിക്കണം. എനിക്ക് കവിക്ക് കുറച്ച് ആശംസകൾ ഇട്ടറിയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിയെല്ലാം ഇന്ന് കുറച്ച് എന്തെങ്കിലും ടൗണിൽ പോകുന്ന സാധനങ്ങൾ മേടിക്കണം. നാളെ തന്നെ അടുപ്പിക്കലാണ്. പിന്നെ ഇവിടെ പച്ച സൈഡിലും കാണിച്ചു തരാനുണ്ട്. അങ്ങനെ എന്തെല്ലാം കുറച്ച് സംഭവങ്ങൾ. എന്തായാലും ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചേച്ചി എല്ലാം ഇങ്ങോട്ട് വരും, നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ അടിപൊളി കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മള് പറയണമെന്നുണ്ട്, പറയാൻ കിട്ടുന്നില്ല. നമ്മള് ചേച്ചി വന്നു കേട്ടാ. ചേച്ചി ബാ നമ്മളെ ഇൻട്രോ എടുക്കലേനും ബാ. ചേച്ചി നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനിയും ഇതുപോലെ തന്നെ ഒരു 100 വർഷം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കാണാൻ ചേച്ചി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായി? നമ്മൾ ആഗ്രഹിച്ചല്ല. നമ്മൾ എന്റെ ആങ്ങളെ കുറെ നാട്ടിൽ നിന്ന് കുറെ പെണ്ണിനേഴ്സിന് അപ്പൊ പെണ്ണിനെ അങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ ജോലി ഡ്രൈവർ ആയതുകൊണ്ടാണ് കിട്ടായിന്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കതൊരു വിഷമം, കുറെ ആയിട്ട് പെണ്ണിനേഴ്സ് കിട്ടാതെ കൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കർണാടകത്തിൽ പോയി വന്നപ്പാട് ചോദിക്കും എന്തായിന് ചോദ്യം അതാണ്, എന്തായിന് എത്രണ്ണം കണ്ടിന്, ശരിയാവൂടാ. ആ ചോദ്യത്തിനാണ് നമ്മളെ ആ ഒരു ഇത്.
അപ്പോൾ പറയാം ഒന്ന് ശരിയായിട്ടുണ്ട്, അവർ അയക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സിൽ സമാധാനം, നമ്മളന്നേരം വെച്ചാൽ നമുക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു മോളെ കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ അതിനെക്കാട്ടി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതേപോലെ തന്നെ അങ്ങോട്ട് പോകണം നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് കേട്ടോ. ചേച്ചിക്ക് വേഗം സങ്കടം കേട്ടോ. ചെറിയ കുഞ്ഞു ഭയങ്കര മനസ്സിന് കട്ടിയിലായിട്ടാണ്. ചേച്ചി ഇതെല്ലാം അന്യം പഠിപ്പിച്ചുകൊണ്ട് എനക്കും ഇതേ അവസ്ഥയാണ്. ഇതിപ്പോ കവി വന്നതിന് ശേഷം കവിയും ഇങ്ങനെയായി. അപ്പോ സന്തോഷം. നമുക്ക് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമുക്ക് ചേച്ചിനെ കൂട്ടി പോവാ. ചിരിക്കുന്ന മുഖമാണ് ഇഷ്ടം, സങ്കടപ്പെടുന്ന മുഖം വേണ്ട. അതെ 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 സന്തോഷം. എങ്ങനെയാന്ന് വീട്ടിൽ വന്നാ നിക്കുക? ഞാനും ആദ്യമായിട്ടല്ലേ വരുന്നത്. നിന്റെ അനുഭവം എന്തേനു? നീ വിചാരിച്ച പോലെ നീനും അല്ല അതിലും നമ്മള് ഭീകരനായിട്ട് നമ്മളുണ്ടേനു? അയ്യോ അങ്ങനെയല്ല. ഞാൻ എങ്ങനെയാന്ന് പറയേണ്ടതെന്ന് തിരിയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് 3-4 ഏട്ടന്മാരാന്ന്, അതിൽ 3 ചേച്ചിമാരും കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. കരിയർ കിട്ടി മോളെ, ഇന്ന് കരിയർ ഇല്ലേ. നമ്മള് 9 വർഷം മുന്നേ കല്യാണം നടക്കുന്ന ആടെ എത്തി. അതാണ് അത്രയും വർഷം ഇതായി. 3-4 ആങ്ങളറിയുന്നു. അതെ, അന്നേരം ഞാന് മുടി കെട്ടാനല്ല ആരോ വിചാരിക്കും എനിക്ക് ഒരു ചേച്ചി ഉണ്ടായി. കാര്യണ്ട ഇത് സന്തോഷം അന്ന് ഞാൻ അപ്പം വിചാരിക്കുന്ന വെച്ചാൽ എൻ്റെ ഏച്ചിമാരും അമ്മയപ്പം പറയും നമ്മളെ ഈ നമ്മളെ ഏച്ചിമാർക്ക് എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ഏച്ചിമാർ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കാൻ പോകുന്ന വീട്ടിൽ എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് വേണം നമ്മളെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലൊരു കുട്ടി പോയിട്ട് പുറത്ത് നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിക്കും നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കണം. അപ്പം നമ്മളെ കൊണ്ട് ആകുന്നില്ല നമ്മൾ ഇതുവരെ ഭയങ്കര സന്തോഷമായി ചെയ്തിട്ട് അല്ലല്ലേ കവി? നമുക്ക് നമ്മൾ 3 പെങ്ങന്മാർക്കും പോയിട്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ. എല്ലാ പെങ്ങന്മാരും അമ്മയും അച്ഛനില്ല. എനിക്ക് അച്ഛനുണ്ട്, ഇവർക്ക് അച്ഛനില്ല. അമ്മയുണ്ട്, നല്ല അമ്മയാണ്, നല്ല സ്നേഹമുള്ള അമ്മയാണ്. ഏട്ടത്തിമ്മ എല്ലാം നല്ല തന്നെ. അതുപോലെ തന്നെ ഏച്ചിക്കും അങ്ങനെയാണ് കുട്ടീന്, അനിയത്തിക്കും അങ്ങനെയാണ്. എല്ലാവരും നല്ലതന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കണം നമ്മളും വിചാരിക്കും. നമ്മൾ അതുപോലെ കൊടുക്കല്ലോ. ഇവിടെ അങ്ങനെ കാണല്ലോ നമുക്ക് നമ്മളെ അനിയത്തി തന്നെ. അതെ, 3 ചേച്ചിമാർ പറഞ്ഞാൽ അമ്മേനെ പോലെയാണ് എനിക്ക്. 4 ഏട്ടന്മാർ മാത്രമല്ലേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പെങ്ങൾ ഉണ്ടായെന്നല്ല ഞാൻ വിചാരിക്കലുണ്ടേനു. അപ്പോൾ എനിക്ക് ഒന്നിന് പകരം 3 ആള് കൊടുത്തിട്ടുണ്ട്. ഇത് ആടിയുണ്ട് ചേച്ചിമാർ, പക്ഷെ അവര് വിട്ട് വരുന്ന സ്ഥലത്ത് ഏട്ടന്മാരുടെ ഭാര്യമാരും നല്ല സ്നേഹത്തിൽ തന്നെ. പക്ഷേങ്കില് അവരെയും വിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇതായിട്ട് ഉള്ള ഒരു വിഷമം. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മളിത് പറഞ്ഞ് ഫുള്ള് അതൊന്നുമില്ല. അപ്പൊ നമുക്ക് വെഡിങ് ആനിവേഴ്സറി ഹാപ്പി സന്തോഷം കൊണ്ടിങ്ങനെ. അപ്പൊ ഞാനങ്ങ് തായിലോട്ട് പോയിനേനു. അപ്പോൾ ഇവര് വരുമ്പോൾ വിവാഹ മംഗളാശംസകൾ ഞാൻ പറഞ്ഞിന് രാവിലെ. അപ്പോൾ ഇപ്പം കൂടി പറയുമായിന്ന്. ഇന്നത്തെ ദിവസമാണ് കല്യാണം കഴിഞ്ഞ ദിവസം. നമുക്ക് ഇന്നത്തെ ഇതൊന്നും നമുക്കറിയില്ല. പണ്ടത്തെ കല്യാണം കഴിഞ്ഞാ നമ്മൾ പറയാം. അപ്പോൾ വിവാഹ ആശംസകൾ ഞാൻ പറയുമെന്ന് രണ്ടാക്കും. അതിന്റെ നടുക്കേ കൂടി ഒരു വത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തിന്നേണ്ട കാര്യത്തില് പിന്നെ അങ്ങനെ നോക്കലൊന്നുമില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കേക്ക് വൈകിട്ട് ഇത് വത്തക്ക മുറിച്ചിട്ട് ആഘോഷിക്കാം. അപ്പോൾ ഇന്നാളെ ഇത് മുത്തേട്ടന് വന്നേരം കൊണ്ടുവന്ന സാരിയാണ്. അപ്പോൾ ഒരിക്കത് കാണിച്ചിനേനു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെരുകെല്ലാം വരുന്നത്. പിങ്ക് കളർ സെരുകും പച്ച സാരി. ഇതിൻ്റെ ബ്ലൗസ് അല്ല സെറുഗ് അങ്ങനെ പറഞ്ഞാൽ മുന്താണി. ഞാൻ ആദ്യം സെറുഗ് എന്നാന്ന് തിരിഞ്ഞില്ല. എനിക്ക് നല്ല ഹാൻഡ് വർക്ക് ഉണ്ടാ. അതെ, നല്ല കഴുത്തിൽ കണ്ട പ്ലെയിൻ ബ്ലൗസ് ആണ്. അതിന് വർക്ക് വന്നേരം അല്ല അടിപൊളിയാ അല്ലേ? ഈ ഓരോ ജോലി പഠിക്കുന്ന പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു ജോലിയിൽ ഉൾപ്പെടും. മാത്രം ചെയ്താൽ മതി. പഠിക്കുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് ഇത് അവർക്ക്. എൻ്റെ അമ്മേ, ഇതെല്ലാം നമ്മളെ ഒരാളെ വർക്ക് ജോലി. ഇത് മാത്രം ബ്ലൗസ് അടിക്കുന്ന വേറെവര്, ഈ തുന്നുന്നവര് വേറെ. അങ്ങനെ മാലേന്റെ ഇത് മുത്തരി വലിയുണ്ടല്ലോ. ഇതെല്ലാം സൂര്യന്റെ ബ്ലൗസ്, കല്യാണ ബ്ലൗസ് തുന്നിട്ട് കൊണ്ടുവന്നരാന്ന് നമുക്ക് അതിന്റെ ആ വില മനസ്സിലായി എത്രയാന്ന്. അപ്പൊ നമുക്ക് സീമന്തത്തിന് സാധനം എടുക്കാൻ പോകും. അപ്പൊ കവി ബാക്കിലുണ്ട്. ഓക്കെ, ഈ മുന്നിൽ ഇങ്ങനെ ഒരു കുണ്ട് പോലെയാണ് മുന്നില്. അതുകൊണ്ട് ഓള് ബാക്കിൽ ഇരുന്നിട്ടുള്ളത്. അതെല്ലാം പിടിച്ച് ശരിയാവും. ശരിയാക്കൂല്ലേ കവി? പിന്നെ അപ്പൊ നമ്മള് ഇന്ന് മൈ പോയി മൂത്തുകാരന്റെ ചന്ദനല്ലോ അവര് കൊണ്ടുവരുന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അവരൊരു ഏൽപ്പിച്ചു നമ്മളെ സംഗീതത്തിന്റെ അടുക്ക് അവര് ചെയ്തിട്ട് സംഗീതത്തിന്റെ വീട്ടിലെല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പൊ അവരെയാണ് നമ്മൾ വിളിച്ചിട്ടില്ല. അവര് മറ്റേ ആക്കുന്നവരുണ്ട് പോയിട്ട് നേരെ കുപ്പിവളി ഇതെല്ലാം ഒരാക്കാന്ന് പറഞ്ഞത്. മധുരം, ഫ്രൂട്ട്സ്, പിന്നെ സ്വീറ്റ്സ് ഇതെല്ലാം വേണം. നമുക്ക് ചെരുപ്പ് മേടിക്കണം. ചിലപ്പോൾ കാക്ക നീര്
നിർബന്ധമുണ്ട് എനിക്ക് കുറച്ച് വലിയ ഇരിപ്പ് കൊടുക്കണം അല്ലേ? ആകുന്നില്ല. സീമന്തത്തിന്റെ ചടങ്ങിന്റെ മുന്നിൽ പാത്രം കുറെ ഇങ്ങനെ വെക്കും, അതിന്റെ അകത്തെല്ലാം സ്വീറ്റ്സ്, അതെ അതെ ഫ്രൂട്ട്സ്. ഇങ്ങനെ വെക്കില്ല. എനിക്ക് അങ്ങനെ ഫ്രൂട്ട്സിനോ സ്വീറ്റ്സിനോ അത്ര ഇതില്ല, ഇഷ്ടം. മധുരം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് എന്നോട് മധുരം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ലഡുവിന്റെ പൊടിയത് തട്ടിക്കളഞ്ഞ മൂത്ത. പിന്നെ നമുക്ക് ഇന്ന് മധുരം കുറഞ്ഞ ഒരു കേക്ക് ഉണ്ടാവും മേടിക്കാമേ കേട്ടാ. അപ്പൊ ആദ്യം നമ്മൾ കുട മേടിക്കാനാ വന്നതിന്. കുട 7-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം മേടിക്കുക. മേടിച്ചിട്ട് അത് പൊട നമ്മൾ വന്നപ്പോൾ തന്നെ പൊടിയെടുത്തിട്ട് കിട്ടുമേ, അത് നമ്മൾ പറഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമ്മേൻ്റെ അവരെ മേടിച്ചിട്ട് അങ്ങ് കൊണ്ടു തരുമായിട്ടില്ലേ 9-ാം മാസം ഇങ്ങനെ കൊണ്ടു തന്നു. ഇപ്രാവശ്യം നമ്മളങ്ങനെ വിടുന്നില്ലല്ലോ, അതുകൊണ്ട് വീട് തന്നെ അതുകൊണ്ട് നമ്മളെന്നെ മേടിച്ചിട്ട് നമ്മളെന്നെ ചെയ്യാം. നിങ്ങൾക്കാണ് എനക്ക് തോർത്ത് പണിക്കുന്നവരെ കഴിയാട്ടോ. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിന്റെ ഗിഫ്റ്റ് വിളിക്കുക എങ്ങനെയെങ്കിലും എങ്ങനെയുണ്ട് കുറിച്ചിട്ട് കേക്ക് കുറിക്കാൻ പറഞ്ഞു. ഈ എന്തൊരു കോമഡിയാണ് ഓളെന്നെ ചിരിക്കുന്ന. കാക്ക് നീരായിട്ട് ചെരുപ്പ് വാങ്ങാനില്ല. അപ്പൊ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ നീര് കുറയോ, പക്ഷേ പിന്നെ ഉപയോഗിക്കണ്ടേ ഇത്. എല്ലാം എടുത്താലോ തോന്നുന്നു. തുണിക്കടയിൽ പോയ പോലെയാണ് ചെരുപ്പ് കട. ഇത് മൈസൂർപ്പാക്കും ജിലേബിയും ചോന്നലും. സ്വീറ്റ്സ് എന്തെല്ലാം അഭിമാനിക്കുന്നത് സ്വീറ്റ്സും മധുരമുള്ള ലഡുവും മൈസൂർ പാക്ക് അങ്ങനത്തെ എല്ലാം എടുക്കലാണ്. എല്ലാം ഇങ്ങനെ പത്തിൽ വെക്കാം. ആ ഇല്ല ഫ്രൂട്ട്സ് എല്ലാം തിന്നലന്നെ, മധുരം കഴിച്ചുവിടാ പറഞ്ഞു ഡോക്ടർ. കഴിക്കുന്നില്ല. ഒരു കുറച്ചിത് വരാം. മതി. ഋത്തിക എന്തല്ല അങ്ങനെ ഋത്തിക്കിനെ നമ്മൾ സ്കൂളിൽ നിന്ന് കൂട്ടിയേട്ടാ. അതെ കുട്ടിക്ക് അച്ഛൻ്റെ അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറിന്റെ കേക്ക് മനസ്സിലായിരുന്നു. കേക്ക് മേടിച്ചോട്ട് കഴിച്ചാൽ കൊടുത്തിട്ടുണ്ട്. എത്തിക്ക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയൂ. താങ്ക് യു. അച്ഛൻ അമ്മ പറയാ അല്ല രാവിലെയൊക്കെ പറഞ്ഞല്ലടാ. അപ്പോൾ നമ്മൾ മൈ പോയിട്ട് സാധനമെല്ലാം മേടിച്ചു. അപ്പോൾ അതാ കേക്കും മേടിച്ചിട്ട് വന്നു. മുറിക്കേണ്ട ആളെല്ലാം കൂട്ടിയിട്ടും വന്നു. വെഡിങ് ആനിവേഴ്സറിന്റെ കേക്കും ബൈക്കിന്റെ വാർഷികവും എല്ലാം കൂടിയാണ്. ബൈക്ക് ഉണ്ട് കേട്ടാ. ഇത് നമ്മളെ 15 വർഷമായി റിന്യൂവൽ ചെയ്ത് കൊണ്ടുവന്ന വണ്ടി നമ്മളെ. ഇത് നമ്മളെ ആദ്യത്തെ വണ്ടി കേട്ടോ. അപ്പൊ അതിന്റെ സന്തോഷത്തിലെ വണ്ടിയുമ്പോൾ തന്നെ അയച്ചിട്ട് മറിക്കാൻ അയച്ചു. പുതുക്കി കൊണ്ടുവന്ന നമുക്ക് ആളെ മാറിയല്ലേ അല്ലേ? പുതിയ വണ്ടി ഇറങ്ങിയാലില്ലേ അപ്പൊ നമുക്ക് വണ്ടി പുല്ല മോളെ അല്ല, ഇത് നമ്മളെ പഴയ റേഷനേ ഉള്ളു. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി മുറിക്ക്. അപ്പൊ അങ്ങനെ നമ്മളെ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേക്ക് കുറിക്കാൻ പോകുന്നത്. അനുട്ടി എത്തിയില്ല, അനുട്ടി ലേറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് കേക്ക് കുറച്ച് വെക്കാം. ഒരാൾ പോകുമ്പേ പറഞ്ഞേ ഇങ്ങനെ വെയിറ്റ് ലേറ്റ് ആവും മാമാ. ഹാപ്പി വെഡിങ് അകത്തേക്ക് അച്ഛനും കൊടുക്കാം നമുക്കും. അതെ അതെ അങ്ങനെ അതെല്ലാം അതെല്ലാം മക്കൾക്ക് അങ്ങനെയാണ്. അച്ഛൻ കൊടുക്കട്ടെ. ഞാനേ വായു വളക്കുന്നേട്ടാ. എന്റെ മൂക്കും കൊടുക്കട്ടെ. നമുക്കും കഴിക്കൂ. 9ാം വാർഷികമായ വെഡിങ് ആനിവേഴ്സറി ഇന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ബൈക്കിന്റെ അതെ. ഹായ് ബൈക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ സന്തോഷത്തിൻ്റെ മധുരം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടം വെക്കുകയാണ്. അതിനൊട്ടി ഒന്നും ഇപ്പം നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ വീടിൻ്റെ അടുത്തേക്ക് ഒരിക്കലും നമ്മളെ ചങ്ങായിമാർക്കെല്ലാം വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളാ വണ്ടിയിൽ നമ്മൾ ആദ്യത്തെ എന്താ പറയുക സന്തോഷ സാഹചര്യമാണ്. നമ്മളെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷത്തിലും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം പുള്ളി നമ്മളെ കൂടെ തന്നെ അതുപോലെ സുന്ദരനായിട്ട് അതിൻ്റെ സന്തോഷം കൂടി നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ എത്തി. അതെ അതെ അതെ. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ് എത്തുന്നട്ടെ. അതെ എല്ലാവരും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു നേരത്തെ എടുത്ത് നോക്കി. നിന്റെ എടുക്കണ അപ്പുറം ഇപ്പുറം നിന്റെ എടുക്കറാ എൻ്റെ എടുക്കറാന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കവിക്ക് മോതിരം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതെ സാരി. അപ്പോൾ ഇപ്രാവശ്യം ഇത് കുറേ മുന്നേ ഞാൻ ഒന്ന് മേടിച്ചു കൊടുക്കുന്ന വെച്ച് നടന്നിട്ടില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ അത്ര ഷർട്ട് ധരിച്ചു. അപ്പോൾ ഇപ്പം മേടിച്ചിട്ടുണ്ട് കവി. കണ്ടു നേരത്തെ കേട്ടോ. നമ്മൾ ഇതിലെടുത്തു, ഷോർട്സിലെടുത്തു. ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നാണ്. അത് സർപ്രൈസ് വെക്കാൻ കഴിയണ്ടേ. നിതീഷിനെയും കൂട്ടി പോയി രാത്രി പോയി രാത്രി പോയി മേടിച്ചു. അന്നേരം നിതീഷ് പറഞ്ഞ് ഇത് പോയപാട് കാണിക്കൂലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഇല്ല ഇത് കാണിക്കൂല പറഞ്ഞു. പക്ഷെ രാത്രി വന്നിട്ട് എനക്കിത് കാണിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. ഒരു ഭയങ്കര ഒരു ഇതുപോലെ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പൊ നമ്മൾ സന്തോഷം ആ സമയത്ത് മൂത്ത് കാണുമ്പോലെ കാണിച്ചു. ഒരു സാധനം അതാണ് കൈക്ക് കെട്ടി കൊടുക്കണം.
ഓ ഇതിപ്പം കെട്ടുന്ന കാണുമ്പോ വിചാരിക്കും കല്യാണത്തിന് താലി ആടോ ഇടുന്ന ഇതൊന്നാന്ന് ഒരു ബെറ. ഒരു വേറെ നല്ല രസമുണ്ട്. നല്ല രസം വിജയാട്ടിന് സമ്മാനം. ഐഫോൺ അല്ലേ? ഐഫോൺ. അപ്പൊ വിനീഷേട്ടന് ഗൾഫിന് വരുമ്പോ കൊണ്ടുവന്നു. നമ്മളെ ചങ്ങായി വിനിശേട്ടൻ വരുമ്പോൾ കൊണ്ടുതന്നെയാണ്. അത് എന്റെ ഫോണിൽ ഇതായി, അപ്പൊ ഇതൊന്ന് മാറ്റാൻ വേണ്ടിട്ട് വിചാരിച്ചു. അപ്പൊ അപ്പാടെ വെഡിങ് ആനിവേഴ്സറി കൊടുക്കാൻ അപ്പൊ എന്റെ സമ്മാനം ഇതൊന്നും അല്ല. എന്റെ സമ്മാനം എനിക്ക് എന്റെ ഇപ്പത്തെ ഏറ്റവും വലിയ സമ്മാനം എല്ലാവർക്കും ഞാൻ പിന്നെ പിന്നെ ഇതിന്റെ അകത്ത് നമ്മളെ വീഡിയോ വരും കേട്ടോ. ഇതിൽ ഏറ്റവും നല്ല സമ്മാനം ഓള് തന്നതാണ്. ഞാനും കൊടുത്തില്ലല്ലോ. നാളെ സീമന്താണ്. സീമന്തത്തിന്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.